ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് നൽകിത്തുന്ന എല്ലാ നല്ല ദാനങ്ങളും കർത്താവിൻ്റെ മഹത്വത്തിന് ഉപയോഗപ്പെടുത്തുവാൻ കൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് എല്ലാവരെയും ഈ പ്രസംഗ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് അവിശ്വാസം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം ഇല്ലായ്മകൾ പല സമയത്തും വന്നിട്ടുണ്ട്. കർത്താവേ, അവിശ്വാസം കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിശ്വാസത്തിൻ്റെ കണിക ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും കർത്താവ് മാറ്റി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ കർത്താവിൽ വിശ്വസിപ്പാൻ കർത്താവ് സഹായിക്കണം. ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണം. പിതാവേ, മാനവമുഖത്വം കർത്താവ് എടുക്കണമേ. പ്രസംഗം കേൾക്കുന്ന അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും കൂടിയിരിക്കട്ടെ, എനിക്ക് മാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത് അവിശ്വാസം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. അവിശ്വാസമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നാം കഴിഞ്ഞ വിഷയത്തിൽ ചിന്തിച്ചത് അവിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അല്പവിശ്വാസമുണ്ട്, അവിശ്വാസമുണ്ട്, സംശയമുണ്ട്. 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്പവിശ്വാസം, സംശയം, ഒപ്പം തന്നെ വിശ്വാസമില്ലായ്മ, എല്ലാ തരത്തിലും ഉണ്ട്. അപ്പോൾ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ദൈവത്തിൽ വിശ്വസിക്കുക, അതാണ് നമുക്ക് ഓരോ മക്കൾക്കും വേണ്ടതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിൽ അവിശ്വാസം വരുവാൻ പാടില്ല. വിശ്വസിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൽ അവിശ്വസിക്കാൻ പാടില്ല എന്ന് കാണുവാൻ സാധിക്കും. അവിശ്വസിക്കാൻ പാടില്ല. വിശ്വാസമുള്ളവരായിട്ട് മാറണമെന്ന് ഈ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അവിശ്വാസത്തിനുള്ള ചില മുന്നറിയിപ്പുകൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. അവിശ്വാസം നമുക്ക് ഒരിക്കൽ പോലും പാടില്ല എന്നുള്ള വിശ്വാസം നമുക്ക് ഒരു മുന്നറിയിപ്പ് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 32-ന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. നമുക്ക് നോക്കാം. അവിടെ കാണുന്നു, അവൻ അരുളി ചെയ്തത്, ഞാൻ എൻ്റെ മുഖം അവർക്ക് മറയ്ക്കും, അവരുടെ അന്തം എന്തെന്ന് ഞാൻ നോക്കും, അവർ വക്രതയുള്ള തലമുറ, നേരില്ലാത്ത മക്കൾ എന്ന് പറയുന്നു. അപ്പോൾ നേരില്ലാത്ത മക്കൾ എന്ന നിലയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നിന്ന് അവൻ അരുളി ചെയ്ത്, ഞാൻ എൻ്റെ മുഖം അവർക്ക് മറയ്ക്കും. ദൈവത്തിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് പറയുന്നത്, അവൻ അവരിൽ അരുളി ചെയ്ത് അവനെ എൻ്റെ മുഖം അവർക്ക് മറയ്ക്കും, അവർ അന്തം എന്ത് എന്ന് ഞാൻ നോക്കും, അവർ വക്രതയുള്ള തലമുറ, നേരില്ലാത്ത മക്കൾ. അപ്പോൾ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത മക്കൾ, നേരില്ലാത്ത മക്കൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അവിശ്വാസികളായിട്ട്, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ മക്കളായിട്ട് നമുക്ക് ലോകത്തിൽ കാണുവാൻ സാധിക്കുന്നു. പിന്നീട് ഹോശയ്യയുടെ പ്രവചനം നമുക്ക് നോക്കാം. ഹോശയ്യയുടെ പ്രവചനം അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. ഹോശയ്യയുടെ പ്രവചനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് നോക്കാം. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനെ മറന്ന് മന്ദിരങ്ങളെ പണിതിരിക്കുന്നു, യഹൂദ ഉറപ്പുള്ള പട്ടണങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു, എന്നാൽ ഞാൻ അവൻ്റെ പട്ടണങ്ങളിൽ തീ അയക്കും, അത് അവയിലെ അരമനകളെ ദഹിപ്പിച്ച് കളയും. ഇവിടെ പറയുന്ന ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനെ മറന്ന് മന്ദിരങ്ങളെ പണിതിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ തന്നെ ഉണ്ടാക്കിയവനെ മറന്ന് മന്ദിരങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഒരു വീട് വെക്കുന്നതിൽ വിഷയമല്ല, ഒരു മന്ദിരമുണ്ടാക്കുന്ന വിഷയമല്ല, പകരം മന്ദിരമുണ്ടാക്കിയവനെ നമ്മൾ മറക്കാതിരിക്കണം. അതാണ് നാം ചെയ്യേണ്ടതെന്ന് കാണാൻ സാധിക്കും. മന്ദിരമുണ്ടാക്കുന്ന വിഷയമല്ല, മന്ദിരമുണ്ടാക്കിയവനെ നമ്മൾ മറക്കാതെ മന്ദിരമുണ്ടാക്കുക. അതാണ് വാസ്തവത്തിൽ
നമുക്ക് വേണ്ടതെന്ന് കാണുവാൻ ഗുണം സാധിക്കും. അതുകൊണ്ട് അപ്പോൾ അപ്രകാരം അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്നേക്കുമായി ഒഴിച്ചു കളയേണ്ട വിഷയമാണ്. അവിശ്വാസം നമ്മൾ ഒരിക്കൽ പോലും അതിനെ പിന്തുടരുന്നത് നമുക്ക് അത്യാപത്താണെന്ന് കാണുവാൻ ഗുണം സാധിക്കുന്നു. ബൈബിളിലെ 2 ഉദാഹരണങ്ങൾ എടുത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വലിയ വിപത്തിന് സാക്ഷ്യം വഹിച്ച 2 വ്യക്തി ജീവിതങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം. 2 പേരുടെ അനുഭവത്തിൽ അവിശ്വാസം അവരുടെ ഹൃദയത്തിൽ വന്നപ്പോൾ അവരെ നാശത്തിലേക്ക് പോയി നശിച്ചു പോയ 2 പേര്, അവിശ്വാസം ജീവിതത്തിൽ കടന്നുകൂടിയ ശേഷം നശിച്ചു പോയ 2 പേരെക്കുറിച്ച് ബൈബിളിൽ കാണാൻ സാധിക്കും. ധാരാളം പേരുണ്ട്. 2 പേരുടെ പേരാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനാണ് പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അങ്ങനെ ലോത്ത് ചെന്ന് തൻ്റെ പുത്രന്മാരെ വിവാഹം ചെയ്യുവാനിരിക്കുന്ന മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവർ കളി പറയുന്നുവെന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി. അപ്പോൾ ഇവിടെ നമുക്ക് 2 വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവിടെ നോഹയുടെ സമയത്ത്, അവിടെ ലോത്തിൻ്റെ സമയത്ത് സോദോം ഗോമോറ നശിപ്പിക്കപ്പെടാണ്ട് കൊണ്ട് പോകുകയാണ്. വലിയൊരു നാശം ആ പട്ടണത്തെ വ്യാപരിക്കുകയാണ്. ആ വ്യാപരിക്കാൻ പോകുന്ന സമയത്ത് അവരോട് ലോത്തിൻ്റെ മക്കളെ വിവാഹം കഴിക്കാനുള്ള മരുമക്കളോട് സംസാരിക്കുമ്പോൾ അവർ കളി പറയുകയാണെന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന വചനങ്ങളെ കളി പറയുകയാണെന്ന് അവർ ചിന്തിച്ചു. അപ്പോൾ ആ ലോത്തിൻ്റെ വാക്കിൽ എന്ത് ചെയ്തില്ല? അവർ വിശ്വസിച്ചില്ല എന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. ലോത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. ഒപ്പം തന്നെ ഇതേപോലെയുള്ള അവസ്ഥയാണ് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് വന്നത്. അവൻ്റെ പേരെന്താ പറയുന്നില്ല പ്രിയ മക്കളെ, ലോത്തിൻ്റെ ഭാര്യ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. അപ്പം അവിടെ പറയുന്നത് ഇതാ, അവിടെ ലോത്ത് അങ്ങനെ എന്ത് ചെയ്തു? അവിടെ ആ ഭാഗത്ത് കാണുമ്പോൾ ഈ പറയുന്ന അവൾ തൻ്റെ പട്ടണത്തിലേക്ക് തിരിഞ്ഞു നോക്കി. ദൈവത്തിൽ അതെങ്കിൽ പുറകോട്ട് തിരിഞ്ഞ് നോക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആ ദൈവത്തിൻ്റെ വാക്ക് എന്ത് ചെയ്തില്ല? ആ ലോത്തിൻ്റെ ഭാര്യ അവിടെ അത് വിശ്വസിച്ചില്ല എന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. പ്രിയമക്കളെ, അവിശ്വാസം എന്ന് പറയുന്നത് വിശ്വസിക്കാത്തതിനെക്കാട്ടിലും വളരെയധികം ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ദൈവവിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് പല കാര്യങ്ങളും നാം വിശ്വസിക്കാതിരിക്കുന്നത് ഒരു വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണെന്ന് കാണാൻ സാധിക്കും. ലോത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ലോത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. അപ്രകാരം ലോത്തിൻ്റെ ഭാര്യ ലോത്തിന് കൊടുത്ത എല്ലാ അനുഗ്രഹത്തിനും പങ്കാളിയായിരുന്നു. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് അവിടെ സൊദോം ഗോമോറയിൽ താമസിക്കുന്ന സമയത്ത് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്തുകളൊക്കെയും അനുഭവിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം അവൾക്കുണ്ടായിരുന്നു. എല്ലാ അനുഗ്രഹത്തെ പ്രാപിച്ചതിന് ശേഷം അവൾ ഒരിക്കൽ പോലും അതിനെ ആ കാര്യത്തെ എല്ലാം വിശ്വസിച്ചെങ്കിൽ അവരുടെ ഹൃദയത്തിൽ എന്താണ്? അവിശ്വാസം ഉണ്ടായിരുന്നു എന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ പല സമയത്തും അവളുടെ പക്ഷേ അതിന് അവിശ്വാസത്തിൻ്റെ കണിക ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ലോകത്തെ വളരെയധികം സ്നേഹിച്ചതായിട്ട് കാണുന്നതൊക്കെ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഹോശയുടെ പുസ്തകം വായിച്ചപ്പോൾ കാണുന്നതൊക്കെ സാധിക്കുന്നത്, മന്ദിരത്തെ ഉണ്ടാക്കിയവനെ മറന്നതിന് ശേഷം അവരെന്ത് മന്ദിരമുണ്ടാക്കി, അല്ലെങ്കിൽ ലോകം മുഴുവൻ സൃഷ്ടിച്ചവനെ മറന്ന് അവരെന്താണ്? മന്ദിരമുണ്ടാക്കി. അപ്പോൾ അവർക്ക് വന്നിരിക്കുന്ന വലിയ അനുഗ്രഹത്തിൽ അവൾ മതിമറന്ന് ഈ ലോകത്തിലെ വസ്തുവകകളെ സ്നേഹിച്ചിട്ട് മന്ദിരം, അല്ലെങ്കിൽ അവളെ ഉണ്ടാക്കിയവനെ, അവളെ നിർമ്മിച്ചവനെ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവനെ മറന്നുപോയി എന്ന് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മളെല്ലാം പ്രാപിച്ചതിന് ശേഷം അത് നഷ്ടപ്പെടുത്തി കളഞ്ഞ എത്രമാത്രം, അല്ലെങ്കിൽ എത്രമാത്രം വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അബ്രഹാം നമ്മൾ കഴിഞ്ഞ പ്രസംഗത്തിലൊക്കെയും ചിന്തിച്ചതുപോലെ
അബ്രഹാം എല്ലാം അവന് ധാരാളമായി നൽകി. അവനൊരു മകനെ ദൈവം കൊടുത്തു. ആ മകനെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് വിശ്വാസിയായി മാറിയ അബ്രഹാമിൻ്റെ ചരിത്രം നമുക്കറിയാം. ലോത്തിൻ്റെ ഭാര്യ തൻ്റെ സ്വർഗത്തിൽ ഉള്ള ദൈവത്തെ വിശ്വസിച്ചില്ല. അവൾ എന്ത് ചെയ്തു? അവിശ്വസിച്ചു. അങ്ങനെ അതിന് വലിയൊരു വില കൊടുക്കേണ്ടതായിട്ട് വന്നു. പ്രിയ മക്കളെ, നമുക്കും അതുപോലെ ഉള്ള ഒരു വലിയൊരു പാഠമാണ് ലോത്തിൻ്റെ ഭാര്യയുടെ അനുഭവം. നാം മറന്നു പോകരുത്, നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചു, എല്ലാവിധമായ നന്മ നാം പ്രാപിച്ചു. അങ്ങനെ എല്ലാവിധമായ നന്മ പ്രാപിച്ചതിന് ശേഷം ദൈവത്തെ അവിശ്വസിക്കുന്നത് നമുക്ക് വലിയ നാശത്തിൽ പ്രവേശിക്കുന്നതിന് തുല്യമാണ്, വലിയൊരു നാശത്തിലേക്ക് പോകുന്നതിന് തുല്യമാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകാതെ എപ്പോഴും ജീവിതത്തിൽ കുറിച്ചിടാനായിട്ടുള്ളൊരു കാര്യമാണ് അവിശ്വാസം. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരനുഭവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പാഠമായിരിക്കട്ടെ എന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ്. ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ നമ്മളൊരിക്കലും തന്നെ അവിശ്വാസിയായിട്ട് മാറുവാണ്ടൊക്കെ പാടില്ല എന്ന് കാണുന്നത് സാധിക്കുന്നു. മറ്റൊരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നോക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു വലിയ ക്ഷാമമുണ്ടായെന്ന് നമുക്കറിയാം. ക്ഷാമമുണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? അരാമ്യ സൈന്യം അവിടെ തമ്പടിച്ചിരിക്കുന്നു, പാളയമടിച്ചിരിക്കുന്നു. പുറത്തുനിന്നുള്ള വസ്തുക്കളൊക്കെയും അകത്തേക്ക് കൊണ്ടുവരാൻ കഴിയാതെ അവർ പാളയമിറങ്ങി ഇസ്രായേൽ മുഴുവൻ വളഞ്ഞ്, ശമര്യ മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ പട്ടണത്തിൽ പ്രവേശിക്കാൻ കൂടെ സാധിക്കാതെ ഇസ്രായേലിൻ്റെ പട്ടണം, ശമര്യ പട്ടണം മുഴുവൻ ക്ഷാമം നിറഞ്ഞിരിക്കുന്നു. ക്ഷാമം നിറഞ്ഞിരിക്കുമ്പോൾ അവിടുത്തെ രാജാവ് ചിന്തിക്കുകയാണ്, ഇതിനൊക്കെയും കാരണക്കാരൻ ആരാണ്? എലീശ എന്ന് പറഞ്ഞ പ്രവാചകനാണ് അതിൻ്റെയൊക്കെയും കാരണക്കാരൻ. കാരണം ആ പട്ടണത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ദൈവ പൈതലിനാണെന്നുള്ള ചിന്തിച്ചുകൊണ്ട് ദൈവത്തെ കുറ്റം പറയുന്നതിന് തുല്യമായിട്ട് ശമര്യ അല്ലെങ്കിൽ ആ ശമര്യയിലെ പട്ടണത്തിൻ്റെ രാജാവ് അല്ലെങ്കിൽ ഇസ്രായേൽ രാജാവ് എലീശയെ കുറ്റം പറയുകയാണ്. എലീശ ഒരു പ്രവചനം നടത്തുന്നു. അപ്പോൾ എലീശ പറയാണ്, യഹോവയുടെ അരുളപ്പാട് കേൾക്കുവിൻ. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ശെക്കേലിന് 1 സയാ ഗോതമ്പ് മാവും ശെക്കേലിന് 2 സയാ യവവും വിൽക്കപ്പെടും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിന് കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞ് അവൻ നിൻ്റെ കണ്ണുകൊണ്ട് നീ അതിനെ കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. ഈ 2 വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സാമ്യമുണ്ട്. അവിടെ ലോത്തിൻ്റെ ഭാര്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവളുടെ പേര് പറഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഇവിടെ പറയുന്നത്, ഇവിടെ രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകനായ ദൈവപുരുഷനോട്, അകമ്പടി നായകൻ. അപ്പോൾ ഇവിടെ 2 പേരുടെ പേര് പറയുന്നില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണം. രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ, അവൾ ലോത്തിൻ്റെ ഭാര്യ. അപ്പോൾ എന്തുകൊണ്ടാണ് പേര് പറയാത്തത്? ഒരുപക്ഷെ എൻ്റെ ചിന്തയാണ് ഞാൻ പറയുന്നത്, പേര് പറയാത്ത കാരണം ആ പേരിനോടുകൂടെ നമുക്ക് ചേർക്കാം. എന്താണ്? ലോത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അത് വാട്ടവർ ഇറ്റ് ഈസ്, ആരെങ്കിലും ആയിരിക്കാം. ആരെങ്കിലും നമ്മുടെ പേര് അവിടെ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ നമ്മൾ എന്നെ കേൾക്കുന്ന സഹോദരിമാരുടെ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പേര് അതിന് ചേർത്ത് വേണമെങ്കിൽ വായിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ആരായിരിക്കാം? ഒരുപക്ഷെ രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ. അങ്ങനെ ആ പേരവിടെ പറയുന്നില്ല. ആരും ആയിക്കോട്ടെ, ആ പറയുന്ന ആൾ ആരാ നമ്മൾ അറിയുന്നില്ല, പക്ഷേ ആ പേര് പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ എന്തുകൊണ്ട് അത് നമുക്കായിക്കൂടാ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കാരണം അതേപോലെ ഒരു അവിശ്വാസം പറയുന്നു. ദൈവം യഹോവ ആകാശത്തിൽ ഒരു കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞതിന്, അപ്പോൾ ദൈവം ഒരു കാരണം ഇത് ഉണ്ടാക്കിയാൽ പോലും ഒരു കാരണവശാലും അത് സാധ്യമല്ല എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന്
എന്നുള്ള ഒരു ചിന്തയാണ് അവൻ പറയുന്നത്. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തെ സംശയിക്കരുതെന്ന് പറയുന്ന ഒരു വലിയൊരു ചിന്തയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ വലിയൊരു സംഭവം നടക്കുന്നു. നിസ്സാരമെന്ന് പറയുന്ന ഒരു കാര്യം, അവിടെ വലിയൊരു സംഭവം നടക്കുന്നു. അവിടെ കുഷ്ഠരോഗികളുണ്ട്. അവർക്കൊരു ചിന്തയുണ്ടാകുന്നു. അവർ നേരെ അരാമ്യ സൈന്യത്തേക്ക് കടന്നു പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും, അവിടെ ആരും തന്നെയില്ല. എന്താണ് കാര്യമെന്ന് നോക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ അവരൊരു ശബ്ദം കേൾക്കുകയാണ്. ഒരു വലിയ പടക്കൂട്ടം തന്നെ നേരെ പാഞ്ഞെടുക്കുന്ന ഒരു വലിയൊരു ശബ്ദം കേട്ടുകൊണ്ട് അവരാകപ്പാടെ വെപ്രാളമായി, അവരാകപ്പാടെ ഭയപരവശരായി തീർന്നു. അദ്ദേഹം ചിന്തിച്ചു, അവർ ചിന്തിച്ചു, ഒരുപക്ഷെ ഇസ്രായേൽ രാജാവ് നമ്മെ വധിക്കുവാൻ വേണ്ടി കൂലിപ്പട്ടാളത്തെ ഒരുപക്ഷെ കൂലിക്ക് വിളിച്ചിരിക്കുമ്പോൾ എന്നുള്ള ഭയത്തിൽ അവർ പേടിച്ചരണ്ട് തൻ്റെ കുതിരവണ്ടികളിൽ നിന്ന്, കാളവണ്ടികളിൽ നിന്നൊക്കെയും അവർ ഇറങ്ങി ഓടി അരാമ്യ ദേശത്തേക്ക് അവർ ഓടിപ്പോയി. അവിടെ ഭക്ഷണങ്ങൾ, അവിടെ തമ്പടിച്ചിരുന്നപ്പോഴുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ, സ്വർണ്ണങ്ങൾ, വെള്ളികൾ എന്ന് വേണ്ട അവരുടെ സർവ്വവിധമായ സമ്പാദ്യങ്ങൾ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അരാം ദേശത്തേക്ക് അവർ ഓടിപ്പോയപ്പോൾ അവർ ഓടിപ്പോയിരുന്നു. അപ്പോൾ ഈ എലീശ പ്രവാചകൻ പ്രവചിക്കുന്നതിൻ്റെ പിറ്റേന്ന് അധികാലത്ത് അവിടുത്തെ ഉള്ള കുഷ്ഠരോഗികൾ ഈ ഒരു സംഭവത്തിന് അവർ വന്ന് സാക്ഷിയായി. ദൈവരെ പറഞ്ഞു അയച്ചതാണ്. അവരെ പടയാളികളായി അവർ ചെന്നപ്പോൾ, അല്ലെങ്കിൽ അവിടെ ആ പടക്കൂട്ടത്തിൽ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. അവർ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു, വളരെ സന്തോഷമായി. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഒരു സദ്വർത്തമാനം രാജാവിനെ അറിയിക്കണ്ടേ? അങ്ങനെ രാജാവിനെ അറിയിച്ചു. രാജാവ് ഓടി വന്നു നോക്കുമ്പോൾ ഇവിടെ വളരെ ഇങ്ങനെ തന്നെ എല്ലാം കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടെ വലിയ സന്തോഷമുണ്ടായി. അപ്പോൾ എന്താണ് ഈ പറയുന്ന, അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി കൂടാരങ്ങൾ, കുതിരകൾ, കഴുതകൾ എന്നീ പാളത്തിൽ ഇരുന്നപാട് ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. അങ്ങനെ ആ ഒരു വലിയൊരു സംഭവം നടന്നു. പക്ഷെ എന്താണ് ഈ പറയുന്ന ഈ അകമ്പടി നായകന് അത് കാണുവാനുള്ള യോഗ്യത അല്ലെങ്കിൽ യോഗമുണ്ടായില്ല എന്ന് കാണുവാൻ തക്കോണം സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം നമുക്ക് നൽകുവാൻ തക്കുന്ന അനുഗ്രഹത്തെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടോ? ഒരാളുടെ ജീവിതത്തിലേക്ക്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അവൻ നാളെ ഇന്നതായിത്തീരുമെന്ന് പറയുമ്പോൾ നിനക്ക് സാധിക്കത്തില്ലെന്ന് പറയുന്നുണ്ടോ? അതൊരിക്കലും നമ്മൾ പാടില്ല. അവൻ എന്തായിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി അവനതായിത്തീരും. അവൻ്റെ മനസ്സിൽ ദൈവത്തോടുള്ള വിശ്വാസമുണ്ടെങ്കിൽ നിശ്ചയമായി അവനെ സാധ്യമാക്കി തീർക്കും. നമ്മളൊന്ന് ഒരിക്കലും അതിനെ തടസ്സം പറയുവാനായിട്ട് പാടില്ല. ഒരിക്കലും നാം അതിനെ നിരുത്സാഹപ്പെടുത്തുവാൻ പാടില്ല. ഒരുപക്ഷെ ദൈവം എന്താണ് അവനെക്കുറിച്ച് പദ്ധതി ഇടുന്നത് പറയാനൊക്കെ സാധിക്കത്തില്ല. ഇവിടെ ഒരു വ്യക്തി മൂന്നാമത്തെ വ്യക്തിയോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി മറ്റുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ചോദ്യം ചെയ്തു. മറ്റുള്ളവനുണ്ടാകുന്ന വലിയൊരു നന്മയെ നാം ഒരിക്കലും ചോദ്യം ചെയ്യാൻ നമുക്ക് പാടില്ല. പകരം ആ ദൈവത്തിൻ്റെ ആ വലിയ കൃപയെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ദൈവിക അനുഗ്രഹം നമുക്ക് കാണുവാൻ തക്കണം സാധിക്കും. ഇവിടെ ആ മനുഷ്യൻ ആ അനുഗ്രഹത്തെ കാണുവാൻ തക്കണം സാധിച്ചില്ല എന്ന് കാണുവാൻ തക്കണം സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയുന്നു, രാജാവ് തനിക്ക് കൈത്താങ്ങൽ കൊടുത്തിട്ട് അകമ്പടി നായകനെ വാതിൽക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു. അവനെ ചവിട്ടിക്കളഞ്ഞു. രാജാവ് ദൈവപുരുഷന് അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞതുപോലെ അവൻ മരിച്ചുപോയി. ജനമെല്ലാം ഓടിക്കൂടി അവനെ ചതച്ചരച്ച് ചവിട്ടിക്കൂട്ടി അവനെ എന്ത് ചെയ്തു? നശിപ്പിച്ച് കളഞ്ഞു. ആ വലിയ അനുഗ്രഹം കാണുവാൻ തക്കണം അവന് സാധിച്ചില്ല. പ്രിയ മക്കളെ, നമ്മളും അപ്രകാരം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നവരെ നമ്മളും ഈ ഭൂമുഖത്തു നിന്ന് ഇല്ലാതായി തീരും. അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കുക. ലോത്തിൻ്റെ ഭാര്യയെ പോലെ നമുക്ക് ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ എല്ലാം സമൃദ്ധിയായി നൽകുന്ന ദൈവത്തിന് മുമ്പാകെ എല്ലാമുണ്ട്.
നാം ഒരിക്കലും അത് മറന്നു പോകരുത്. ആ ദൈവവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലേക്ക് കയറക്കണം. ദൈവവിശ്വാസത്തിന് എവറസ്റ്റ് കൊടുമുടി കീഴടക്കണം. ദൈവവിശ്വാസത്തിൻ്റെ ആൽസ് പർവ്വതനിരകളെ കീഴടക്കണം. ഉയരങ്ങളിലേക്ക് കയറണം. ഒരിക്കലും താഴേക്ക് വരരുത്. വിശ്വാസത്തിൻ്റെ കൊടുമുടി കയറണം. വിശ്വാസിയെ ഉയരങ്ങളിലേക്ക് അവിശ്വാസത്തിൻ്റെ എല്ലാ കണികളും മാറ്റിയ ശേഷം വിശ്വാസത്തിലേക്ക് കടന്നു വരണം. എങ്കിൽ മാത്രമേ നമുക്ക് വലിയ നന്മകൾ പ്രാപിപ്പാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ രണ്ട് കഥയിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകനും ലോത്തിൻ്റെ ഭാര്യയും ജീവിതത്തിൽ എങ്ങനെയാണ് പരാജയപ്പെട്ടു പോയത്? എങ്ങനെയാണ് അവർ നശിച്ചു പോയത്? ഒരു വ്യക്തി ഉപ്പുതൂണായി നിൽക്കുന്നു. ഒരു വ്യക്തി ജനങ്ങളാൽ ചവിട്ടി മതിക്കപ്പെട്ടു. പ്രിയമക്കളെ, ഈ രണ്ട് വ്യക്തിയുടെയും അന്ത്യം ഒരു അപമാനകരമായ അന്ത്യമാണ്. ഒരു വ്യക്തി സ്വന്തം ജീവിതത്തെ അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്ന് അത് വിശ്വസിച്ചില്ല. എല്ലാം നഷ്ടപ്പെടുത്തുവാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. ദൈവത്തിൻ്റെ വാക്ക് അവിശ്വസിച്ചു. തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കി, അനുസരണക്കേട് കാണിച്ചു. കാരണം അവിശ്വാസമാണ്. ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ടാണ് വരുന്നത്. ഇനി എനിക്കിതെല്ലാം എങ്ങനെ കിട്ടും എന്നുള്ള ദൈവത്തോടുള്ള അവിശ്വാസം. മറ്റാളെന്താണ്? ഒരിക്കലും നടക്കത്തില്ല. മക്കൾ, നമ്മൾ അങ്ങനെ പറയാനൊക്കെ പാടില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്രകാരം ഒരു വലിയ നന്മ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോത്തിൻ്റെ ഭാര്യയും ഒപ്പം തന്നെ രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ്റെയും രണ്ടുപേരുടെയും ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഭവ പാഠങ്ങൾ. രണ്ടുപേരും പ്രിയപ്പെട്ടവരാണ്, രണ്ടുപേരും പ്രധാനപ്പെട്ടവരാണ്. രാജാവിൻ്റെ കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ എന്ന് പറയുന്നത് വളരെ പദവിയുള്ളൊരു ജോലിയാണ്. രാജ്യത്തിൻ്റെ ഒരു പ്രധാനി തന്നെയാണ്. അതുതന്നെയാണ് അവൻ്റെ നാശത്തിന് കാരണം. നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. പക്ഷേ എല്ലാ സമയത്തും നമ്മുടെ വിശ്വാസങ്ങൾ നമ്മളത് ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ മാത്രം വിശ്വസിക്കണം. നമ്മുടെ നിഗമനങ്ങളല്ല, നമ്മുടെ നിഗമനങ്ങളല്ല. ലോത്തിൻ്റെ ഭാര്യ ചിന്തിച്ചു, ആരോട് പറയാം, എന്ത് നോക്കിയെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? അവൾ നടന്നു പോയപ്പോൾ ദൈവം അവരുടെ മനസ്സിൽ കർത്താവ് പറഞ്ഞ വാക്കുകളെ ഒരു പെരുമ്പറ പോലെ മുഴങ്ങി, നോക്കരുത് എന്ന് പറഞ്ഞു. അവൾ ചിന്തിച്ചു കാണും, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്താണ് കുഴപ്പം? ഒന്ന് തിരിഞ്ഞു നോക്കാം. ആ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ തന്നെ ഉപ്പുതൂണായിട്ട് മാറി. പ്രിയ ദൈവമക്കളെ, അപ്രകാരം നാം മനസ്സിലാക്കുമ്പോൾ അപ്രകാരം ഒരു വലിയ നാശത്തിന് വഴിവെക്കാൻ നിൽക്കുന്ന ഇടയായി തീർന്നു. ദൈവം നമ്മെ അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാൻ നോക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നിർത്തുന്ന നോക്കലുമൊക്കെ പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. തെറ്റുകുറ്റങ്ങളൊക്കെയും ക്ഷമിക്കണമേ. അവിശ്വാസങ്ങൾ ഹൃദയത്തിൽ നിന്ന് മാറ്റി തന്നെ മാറണമേ. വിശ്വാസത്തോടുകൂടി ആയിരിക്കാൻ സഹായിക്കണം. സകല മാനവമുഖത്തും കർത്താവ് എടുക്കണം. യേശു കർത്താവിന് നാം ചോദിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.